ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഫുൾ ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ നീറ്റപ്പോൾ തന്നെ പുറത്ത് നല്ല മഴയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ മഴയൊക്കെ നോക്കി നേരെ അടുക്കളയ്ക്ക് പോയി. അടുക്കളയിൽ ചെന്നപ്പോൾ നല്ല ഇരുട്ട് കേട്ടോ. ഒരു നേരം ലൈറ്റൊക്കെ ഇട്ട് കുറച്ച് നേരം പുറത്ത് നിന്ന് മഴ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന്. പിന്നെ ഇന്ന് രാവിലെ ദോശ ഉണ്ടാക്കാൻ വിചാരിച്ച്. അങ്ങനെ ദോശക്കുള്ള മാവൊക്കെ കലക്കി പിന്നെ പാല് തിളപ്പിക്കാനുണ്ടായിരുന്നു, അതൊക്കെ തിളപ്പിച്ച് ദോശ ഉണ്ടാക്കി തുടത്തി ഞാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മഞ്ഞളും പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങനെ അലർജിക്ക് നല്ലതാണ് പറഞ്ഞിട്ട് അങ്ങനെ കുടിക്കലുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ ഇച്ചുവിന് മദ്രസയിലേക്കൊക്കെ പറഞ്ഞയച്ച് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് ഉസ്താദിന് ചിലവുണ്ടെന്ന് പറഞ്ഞ ദിവസമായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉസ്താദ് വിളിക്കുന്നുണ്ടെന്ന്, ഉസ്താദിന് നോമ്പാണ് പറഞ്ഞിട്ട്. അത് പിന്നെ ഞങ്ങൾക്ക് ബിരിയാണി എന്തായാലും ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയിലേക്ക് മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തട്ടിക്കൂട്ട് മന്തി എന്ന് പറയുക. അങ്ങനെ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ, മന്തിൻ്റെ അതേ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ദോശയ്ക്ക് ചട്നിയാണ് ഇട്ടുണ്ടാക്കിയത്. പിന്നെ അവർക്ക് സ്നാക്സ് ആക്കിയത് ഉള്ളിവടയായിരുന്നു. അങ്ങനെ പിന്നെ അവർക്കുള്ള ചോറൊക്കെ ആയിട്ടാണ്. അതിൽ ചിക്കനൊന്നും അതിലിട്ടിട്ടില്ല, വേറെ പൊരിച്ച് കൊടുക്കുക വിചാരിച്ചിട്ട് അങ്ങനെ വേറെ സെപ്പറേറ്റ് പൊരിച്ചിരിക്കുന്നു. പിന്നെ അങ്ങനെ അവർക്കുള്ള ലഞ്ചൊക്കെ ഓരോ ലഞ്ച് ബോക്സിലാക്കിയിട്ട് അവരങ്ങനെ സ്കൂൾക്ക് പറഞ്ഞയച്ച്. സ്കൂൾക്ക് മാത്രം പറഞ്ഞയച്ചാൽ പോരാ, എനിക്കൊരാൾ വേറെയും കൂടെ ഉണ്ട്. അവന് അംഗനവാടി പറഞ്ഞേക്കാൻ കുറച്ച് റിസ്ക്കാണ്. അങ്ങനെയുള്ള പെടാപാടാണ് ഇതൊക്കെ കാണുന്നത്. അവന് അംഗനവാടി പോവാന്ന് പറയുമ്പോൾ തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണിത്. പോണ ടൈം വരെ കുഴപ്പമില്ല, അതിന് മുന്നേ കുളിക്കാനൊന്നും വരുന്നില്ല. അവന് ഇങ്ങനെ ഞാൻ അംഗനവാടി പോണില്ല പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിലിരിക്കാൻ നോക്കും. ഞാൻ പരമാവധി കൊണ്ടുപോയാക്കാനും ഞാനും ശ്രമിക്കും. പോകുമ്പോൾ പിന്നെ നല്ല ഉഷാറായിക്കാരം. അംഗനവാടിയുടെ അവർ മുറ്റം വരെ ഉഷാറായിക്കാരം. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മോശം എൻ്റെ അവസ്ഥ. അങ്ങനെ ഓനക്കാണെങ്കിൽ ഒരു ദിവസം ബാഗ് വേണമെന്നുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസം ബാഗൊന്നും വേണ്ടില്ല. ഓരോ കുറുമ്പയിക്കാരം. അങ്ങനെ അതിൽ ആ ബാഗിൽ കുറച്ച് കളറൊക്കെ പെറുക്കിയിട്ടിട്ട് ഓന് അംഗനവാടി പോവാണ്. ഇന്ന് ഓന് ഉമ്മയാട്ടോ കൊണ്ടാക്കി കൊടുക്കണത്. മറ്റേത് എന്നും ഞാൻ തന്നെയാണ് കൊണ്ടയാക്കി കൊടുക്കലൊക്കെ. ഇന്ന് എനിക്ക് കുറച്ച് പണിയുള്ളതുകൊണ്ട് ആ പണി ഉമ്മാനെ ഏൽപ്പിച്ച്. അങ്ങനെ ഓന് ടാറ്റൊക്കെ പറഞ്ഞ് കുടയൊക്കെ നല്ല മഴയാണല്ലോ, അപ്പോൾ കുടയൊക്കെ ചൂടി ഓൻ പോയി. പിന്നെ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാനുണ്ടായത്. പിന്നെ ഞാൻ ബിരിയാണി തിരക്കിലായിരുന്നു. അങ്ങനെ ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ പൊരിക്കായിരുന്നു. അങ്ങനെ പിന്നെ എണ്ണ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ആ എണ്ണ കുപ്പിക്ക് എണ്ണ കാക്കി വെക്കിയിരുന്നു. അങ്ങനെ വലിയ സാധനങ്ങൾ കൊടുക്കുന്നതൊക്കെ ശരിയാക്കി വെക്കാണ്ടായിരുന്നു. അതൊക്കെ ശരിയാക്കി വെച്ച് ഫ്രിഡ്ജിലാക്കി. പിന്നെ അതിൻ്റെ ഇടയിൽ ചിക്കൻ പൊരിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ആ ചിക്കൻ പൊരിച്ച എണ്ണയൊക്കെ തന്നെയാണ് ഉള്ളിയൊക്കെ ഇട്ടത്. ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കണം. പിന്നെ ബിരിയാണിക്ക് ഉള്ളി ഉണ്ടാക്കണമല്ലോ, ഉള്ളി സുർക്ക ഉണ്ടാക്കണമല്ലോ, അതുണ്ടാക്കിയിരുന്നു. അതുണ്ടാക്കി അവിടെ വെച്ച്
അവിടെ ഉള്ളി അവിടെ വാടി വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്കുള്ള തക്കാളിയൊക്കെ അരിയണമല്ലോ. അപ്പോൾ അത് അരിയായിരുന്നു. അമ്മ എപ്പോഴും അങ്കലവാടിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കണം നമ്മൾ, എന്നാലും അവന് കരയും. വേറെയും കുറേ കുട്ടികൾ കരയണ കുട്ടികളുണ്ട്. മറ്റേ കുട്ടികളൊക്കെ കരച്ചിൽ നിർത്തും, ഇവൻ മാത്രം കരച്ചിൽ നിർത്തൂല. അതൊരു 12 മണി വരെയൊക്കെ ഉണ്ടാവും ആ കരച്ചിൽ. ചിലപ്പോൾ അധികം ആകുമ്പോൾ പിന്നെ ഉച്ചയ്ക്ക് പോയി കൊണ്ടല്ലുണ്ട് അവൻ. പിന്നെ അങ്ങനെ അതിൻ്റെ ഇടയിൽ അത് മസാലയൊക്കെ റെഡിയായി. പിന്നെ ചോറിനുള്ള വെള്ളം വെച്ച് ചോറ് ഞാൻ അരിയൊക്കെ ഇട്ടിട്ടോ. പിന്നെ അതിലേക്ക് ഉപ്പ് നോക്കുകയാണ്, ഉപ്പ് പാകമാണോ എന്നുള്ളതൊക്കെ നോക്കിയിരുന്നു. കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുളിക്കാൻ പോയി. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നല്ലൊരു ബിരിയാണിയൊക്കെ തിന്ന് പിന്നെ അപ്പോഴത്തേന് ഞാൻ അങ്കലവാടി പോകാൻ നേരമായിരുന്നു. അങ്ങനെ പിന്നെ അങ്കലവാടി പോയപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ. എനിക്ക് വൈകുന്നേരത്തുള്ള സ്നാക്സൊക്കെ കൊടുക്കിയിരുന്നു. എന്നെ കണ്ടപ്പോൾ വേഗം ബാഗൊക്കെ എടുത്ത് വരികയായിരുന്നു. ഞാൻ അവിടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പോയിരുന്നാലുള്ളൂ കൊണ്ടുപോകുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗം അവിടെ പോയിരുന്നു. പിന്നെ അങ്കലവാടി വിട്ട് അവിടെ നിന്ന് വന്നതിന് ശേഷം പിന്നെ ഉസ്താദിന് ചിലവാണ് പറഞ്ഞിരുന്നല്ലോ എന്നെ. അപ്പോൾ അത് ഉസ്താദ് വൈകുന്നേരത്തെ നോമ്പറക്കാനേ വരുള്ളൂ പറഞ്ഞു. അപ്പോൾ ഉസ്താദിനുള്ള ഒരു പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഉള്ളിവടയാണ് ഉസ്താദിന് ഉണ്ടാക്കുന്നത് നോമ്പറക്കണ നേരത്തെ. അങ്ങനെ കറിയൊക്കെ സെറ്റാക്കി. പത്തിരി പിന്നെ പുറത്തുമ്പോൾ ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇതിൻ്റെ ബാക്കിയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ.